ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗ്യാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു സ്പെഷ്യൽ മീൻ പെരട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 400 ഗ്രാം അളവിലുള്ള നെയ്മീൻ ചൂര മീനാണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ മീൻ ചതുരാകൃതിയിലുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ടുള്ള മീൻ കഷ്ണങ്ങളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. മീനിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ഫ്രൈ പാനിലേക്ക് മീൻ വറുത്ത് കോരാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിലൊന്ന് മൊരിയത്തക്ക വിധം വേണമെന്ന് മൂപ്പിച്ചെടുക്കാൻ. മീനെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടിയാൽ പിന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. പിന്നീട് മീൻ വറുത്ത് കോരിയ എണ്ണയിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 തക്കാളി അരിഞ്ഞതും 10-12 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ പിന്നെ മീൻ പെരട്ടിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നീട് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കണം. ഇനി ഈ പേസ്റ്റ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഗ്രേവി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിളക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയെല്ലാം മീനിലേക്ക് പിടിക്കത്തക്ക വിധം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ മീൻ പെരട്ടിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ സവാള മുറിച്ചെടുത്തതും കൂടി ചേർത്ത് ഒരു മുഴുവൻ സവാള നീളത്തിലരിഞ്ഞ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സവാള മുറിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മീൻ പെരട്ടിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇനി ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് കുറുകി പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ മീൻ പെരട്ട് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്